ഇന്ദ്രേട്ടാ, അച്ഛനെ പെട്ടെന്ന് ഐസിയിലേക്ക് മാറ്റിയതെന്താ? അതല്ലേ അനു, കൂടുതൽ സുരക്ഷിതത്വം. കാഷ്വാലിറ്റിയിൽ ഉള്ളതിനേക്കാൾ സജ്ജീകരണം ഐസിയിലുണ്ടാവും. അനു, ഡോക്ടറിനോട് ചോദിച്ചിട്ടാ മാറ്റിയത്. അല്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഒരു പ്രശ്നവുമില്ല. അനു, നീ പോയി അമ്പിളി ഒന്ന് ആശ്വസിപ്പിക്ക്. അവളോട് കരയില്ലെന്ന് പറ. ചെല്ല്. ചേച്ചി, ചേച്ചി ഇങ്ങനെ കരയല്ലേ. അച്ഛന് കുഴപ്പമൊന്നുമില്ല. നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ഐസിയുലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. എന്നാലും മോള്, നമ്മുടെ അച്ഛന് പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. ചേച്ചി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ലാനും. ചേച്ചി, ചേച്ചി ഇത് എന്തൊക്കെയാ? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? ചേച്ചി, ചേച്ചി ഒന്ന് സമാധാനപ്പെട്. രഘുവേട്ടനും ദാസങ്ങളും കൂടെ ഇപ്പൊ വരും. ചേച്ചി ഒന്ന് സമാധാനപ്പെട്. ചേച്ചി ഇങ്ങനെ കരയുന്ന കണ്ട അച്ഛന് സീരിയസ് ആണെന്നല്ലേ എല്ലാരും വിചാരിക്കുള്ളൂ. ചേച്ചി, അങ്ങനെ ഒരു പ്രശ്നവും നമ്മുടെ അച്ഛനില്ല. അനു, അനു, അമ്മാവനോട്. എന്തിനാ ഡോക്ടർ എന്ത് പറഞ്ഞു? അണ്ണനിപ്പോ എവിടെ ഉള്ളത്? കാഷ്വാലിറ്റിയിലാണോ? അല്ലെങ്കില് കാഷ്വാലിറ്റിയിൽ നിന്ന് ഇപ്പോ ഐസിയുലേക്ക് മാറ്റി. ഐസിയുലേക്ക്? അതെന്താ ഇത്ര പെട്ടെന്ന്? കൊണ്ടുവരുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ നീ പറഞ്ഞേ? അവരെ വണ്ടിയിൽ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാ. പക്ഷെ കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോഴേക്കും ചെറിയൊരു മയക്കം പോലെ വന്നു. പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ഐസിയുലേക്ക് മാറ്റുമായിരുന്നു. അനു, എന്താ അമ്മാവന് പെട്ടെന്ന് സംഭവിച്ച? അല്ല, അനു അമ്പിളി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? മക്കളെ നഴ്സറി വിട്ട ശേഷം ഞാൻ അമ്മാവനും കൂടി വീണ്ടും കുറച്ചേരം സംസാരിച്ചിട്ടാ പിരിഞ്ഞത്. അപ്പോഴമ്മാവനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, പിന്നെ വീട്ടില് ഞങ്ങളെല്ലാവരും സംസാരിക്കായിരുന്നു. പെട്ടെന്ന് അച്ഛനൊരു ക്ഷീണം പോലെ വന്നത്. അപ്പൊ തന്നെ ഞാൻ ഇന്ദ്രേട്ടനെ വിളിക്കായിരുന്നു. എന്താ അമ്പിളി, നീ എന്തിനാ ഇങ്ങനെ കരയുന്ന? എടി, നീ അമ്മാവനായിട്ട് വല്ല വഴക്കുണ്ടാക്കിയോ? പറ. അത് കേട്ടോ, ഞാൻ എന്റെ സങ്കടം കൊണ്ട് എന്തൊക്കെയോ അച്ഛനോട് പറഞ്ഞുപോയി. അതിന്റെ സങ്കടത്തില് അച്ഛൻ. ഇതിനറിഞ്ഞൂടി രാവിലെ എന്റെ കൂടെ കെട്ടിയൊരുങ്ങി പുറപ്പെട്ടത്. രഘു, പതുക്കെ, ഇത് ഹോസ്പിറ്റലാ. നീ ഇങ്ങോട്ട് വന്നേ. അല്ല അങ്കിളെ, ഇവള്. അനു, നീ അമ്പിളെ ഇങ്ങോട്ട് കൊണ്ടു. ചേച്ചി, ചേച്ചി, ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ അവരുടെ മുമ്പിൽ കരയാനും പറയാനും ഒന്നും പോവരുതെന്ന്. എടി, ഞാൻ കാരണമല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിന്റെ ശിക്ഷ എന്താന്ന് വെച്ചാ രഘുവേട്ടൻ എനിക്ക് തന്നോട്ടെ. ചേച്ചി, എടാ രഘു, നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട.
അണ്ണൻ എന്തിനും തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ. നീ ഒന്നും പേടിക്കണ്ട, അണ്ണനൊന്നും വരില്ല. അതെ രഘു, അമ്പിളി ഒരിക്കലും അച്ഛനിങ്ങനെ സംഭവിക്കട്ടെന്ന് കരുതി പറയില്ലല്ലോ. പറഞ്ഞു പോയതിൽ അവൾക്കിപ്പോൾ സങ്കടമുണ്ട്. അതിനെ അപ്പം അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ സോറി ഇന്ദ്ര, ഞാൻ പെട്ടെന്നത് കേട്ടപ്പോൾ സോറി. അമ്പിളിക്ക് അമ്മാവൻ അവളെ അവഗണിക്കുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിന്റെ വിഷമത്തിൽ അവളെന്തെങ്കിലും പറഞ്ഞോ? നീ അവളെ ചെന്ന് സമാധാനിപ്പിക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ചെല്ല്. ചെല്ല് രഘു, അങ്കിൾ പറഞ്ഞ അനുസരിക്ക്. ചെല്ല് ചെല്ലേ. ഓ ചേച്ചി അമ്പിളി, കരയില്ലേ? വേണ്ട. ഇതെന്താ സത്യ? നീ ഇവരെയും കൊണ്ട് എവിടുന്ന് വരിക? ചിമോനും ലക്ഷ്മോളെ നഴ്സറിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഇന്ദിരൻ എന്നെ വിളിച്ചു പറഞ്ഞു. ആ മക്കളെ, നിങ്ങൾ അകത്ത് പോയി ചോക്ലേറ്റ് കഴിക്കുക. കൊച്ചച്ഛൻ ഇപ്പൊ വരാമേ.